ഇപ്പോഴാണ് പച്ചക്കറിയോടൊക്കെ ഒരു സ്നേഹം തോന്നുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി പണിയെടുക്കുമ്പോൾ നമ്മള് തിന്നല് മാത്രമേ ആ ഈ ഏരിയയിലാണ് പന്തല് വികാത്ത ഏരിയ. ഇവിടെ വീട്ടില്ല. ഇങ്ങനെ നടക്കാം. അതേമാതിരി ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും തോട്ടം. തോട്ടവും ഭംഗി ഉണ്ടാവും. പൊട്ടിക്കാനും എന്താ വെച്ചിട്ടാ കാലൊന്നും അടുപ്പത്തിൽ കൊടുത്തില്ല. 2 ഏരിയ ഇട്ടിട്ട് കൊടുത്ത്. ആ കാരണത്തിലാണ് ചാടിയത്. പിന്നെ കൈപ്പങ്ങ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ചെയ്യണത്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യണം. പക്ഷെ ഇങ്ങനെ വിളയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. നമ്മള് പ്രതീക്ഷയായ റിസൾട്ട് വന്ന് പ്രതീക്ഷനേക്കായി നമുക്ക് റിസൾട്ട് ഡബിൾ റിസൾട്ട് വന്നു. ഇതേമാതിരി തോട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ്. നമുക്ക് അറക്കാൻ സുഖമാണ്. പിന്നെ വർക്ക് എടുക്കാനൊക്കെ സുഖമാണ്. തൈകൾ വെച്ചതിന്റെ അകലം അടുത്ത് പോയാ തൈ കൂടി പോയാ കൂടുതലാണ്. ഇത്ര തൈ പാടില്ല. തൈകൾ കുറയാണെങ്കിൽ പന്തലും തിക്ക് കുറഞ്ഞു. പിന്നെ ഈ മഞ്ഞ ഇലകളൊക്കെ ഇങ്ങനെ നുള്ളിട്ട് കൊടുത്താല് കുറേ അത് റിസ്ക് ആണ്. എന്നാലും ഫ്രീ ആകുമ്പോ ഇങ്ങനെ നുള്ളി പിന്നെ ഇതിന്റെ ഇടയിൽ നിന്ന് ശ്രദ്ധിക്കണം. ഇതേമാതിരി കൈപ്പങ്ങ പന്തലിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കണം. ഒന്ന് അതൊക്കെ താഴ്ത്തി ഇതൊക്കെ ഇത് കൂടിയ ഇതിലാണ് വള്ളി കൂടിയ കാരണം. ഇതൊക്കെ വലിപ്പുള്ള കയ്പേന്. വള്ളി കൂടിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കൂല. ചിലപ്പോ കംപ്ലൈന്റ് ആവുമ്പോഴാണ് നമ്മൾ ഇതാ അറിയാ. ഇതിന്റെ ഇടയിലുണ്ടാ ശ്രദ്ധിച്ച് നോക്കണല്ലേ. നാളത്തെ പണി ഞങ്ങളുടെ മേലെ നോക്കല. ഈ സാധനമൊക്കെ താത്തി കറക്കി കൊടുക്കുക. ഇതേമാതിരി കാണൂല കയ്പാണ്ടാ. വള്ളി മുറ്റിയാനുള്ള പ്രശ്നമാണ്. ഇതിങ്ങനെ നുള്ളി കൊടുക്കുക. ഞാൻ ഡെയിലി ഇങ്ങനെ ചെറുതായിട്ട് വലിപ്പുള്ള ഇങ്ങനെ അറുത്ത് ഇങ്ങനെ പോകും. ഇത് മാർക്കറ്റ് ഉണ്ട് ഇപ്പൊ 50 റുപ്യ നമുക്ക്. 50 റുപ്യ തോട്ടത്തിൽ കിട്ടും അല്ലേ? ഇന്നത്തെ വിളവെടുപ്പ് എത്ര ഉണ്ടാവും? ഒരു 30 കിലോ. 4 ദിവസം കൂടുമ്പോഴൊക്കെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ കയ്പുണ്ടാവും. നമ്മളിപ്പോ ഡെയിലി ചിലപ്പോ 20 ഉണ്ടാവും, ചിലപ്പോ 15 ഉണ്ടാവും, ചിലപ്പോ 25 ഉണ്ടാവും, ഇന്ന് 30 ഉണ്ട്. ഇത് മേലെ കിടന്നതാ ഇപ്പൊ കാണുള്ളൂ. ഇനി ഇറക്കാണ്ട് ഇഷ്ടം പോലെ. നാളെ മറ്റേ എടപ്പാളിന്നൊരു ടീം വരാണ്ട്. അപ്പൊ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ നമ്മൾ 20-25 ആയിട്ട് കൊടുക്കാൻ നല്ലതല്ലേ? അങ്ങനെ കൊടുക്കും. ഒരുമിച്ച് വിളവ് കൊടുക്കാൻ നല്ലതല്ലേ? ഒരുമിച്ച് വിളവ് കൊടുക്കുമ്പോ കടക്കാരും ഒന്ന് ചടപ്പിക്കും. റേറ്റും കുറവേക്കാറും. അപ്പൊ നമ്മൾ കുറച്ച് കൊടുക്കുമ്പോ സാധനം ഡിമാൻഡ് ഉണ്ടാവും. നമ്മൾ ഡെയിലി ഇങ്ങനെ സാധനം കൊടുക്കല്ലോ ഓരോ കടക്കാർക്ക്.